റിനോവേഷനെ പറ്റി ചർച്ച ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്കും കൂടി എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാവുന്ന പല മാർഗങ്ങൾ, അതായത് പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവർത്തിക്കേണ്ടതായ ചില നിയമങ്ങൾ അല്ലെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഇവയെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഞാൻ ലിവിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. ഈ റിനോവേഷൻ്റെ സമയത്ത് മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് ഈ പഴയ ഒരു വാർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഴയ ഒരു ബീമിനെ നീളം കൂട്ടിയെടുക്കുന്നതിനൊക്കെ എന്താണ് മാർഗം എന്നുള്ളത്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വാർക്കയുടെ കമ്പികൾ നമ്മൾ തല്ലിപ്പൊട്ടിച്ചെടുക്കും, എന്നിട്ട് ആ കമ്പിയെ കൂട്ടി പിന്നെയും റീഇൻഫോഴ്സ്മെൻറ്റ് കെട്ടി അതിൽ വാർത്തായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ റീബാറിങ് പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. അതായത് റീബാറിങ് എന്ന് പറയുന്നത് കോൺക്രീറ്റ്, അതായത് നിലവിലുള്ള കോൺക്രീറ്റിനെ വലിയ പരിക്കുകൾ ഏൽപ്പിക്കാതെ തന്നെ ഈ കോൺക്രീറ്റിൽ ചെറിയ നമുക്ക് എത്ര MM കമ്പിയാണോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടത് അതിനനുസരിച്ചുള്ള ഹോളുകൾ ഡ്രില്ല് ചെയ്യുക. അതായത് ഒരു 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ ഒക്കെ ഡെപ്തിൽ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പോണൻറ്റ്, റീബാർ ചെയ്യുന്നതിനുള്ള കോമ്പോണൻറ്റ് ആ ഹോളിലേക്ക് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് തൊട്ട് കുറേ ഈ കമ്പിയും കൂടെ കയറ്റി വെച്ച് ടൈറ്റ് ആക്കുക. അപ്പോൾ അതൊരു 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. അപ്പോൾ ഈ സെറ്റായി വന്ന കമ്പിയിൽ പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ കമ്പി കെട്ടിപ്പോയിട്ട് നമുക്ക് വേണ്ടുന്ന റൂഫ് സ്ലാബ് വാർക്കുവോ അല്ലെങ്കിൽ ബീം വാർക്കുവോ, അങ്ങനെ ഒരു കന്യൂസ് ആയ ഒരു ബീം ചെയ്ത പോലെ തന്നെയുള്ള എല്ലാ സ്ട്രെങ്തും ക്വാളിറ്റിയും നമ്മൾ ഈ പുതുതായിട്ട് വാർക്കാൻ പോകുന്ന ഈ എക്സ്റ്റൻഷന് കിട്ടും എന്നുള്ളതാണ് ഈ റീബാറിങ് പോലെയുള്ള മെക്കാനിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ പഴയ ഒരു സ്ട്രക്ചറിനെ നമുക്ക് തല്ലിപ്പൊട്ടിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. ഈ തല്ലിപ്പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത്, അല്ലെ തല്ലിപ്പൊട്ടിച്ച് പഴയ കമ്പി എടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഇരിക്കുന്ന പഴയ സ്ട്രക്ചറിനുണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. അതായത് ഈ ഒരു കമ്പിയിൽ നമ്മൾ ചുറ്റി കൊണ്ടൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വൈബ്രേഷൻ ഈ കമ്പിയിൽ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറുകൾ എവിടെയെല്ലാം ഉണ്ടോ അത്ര ഏരിയയിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് വീടിൻ്റെ ബലത്തെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഡെമോളിഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നിലവിലുള്ള വാർക്കയോ ഭിത്തിയോ നമ്മൾ പൊട്ടിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ, പണ്ട് കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഉളിയും ചുറ്റിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനെ തല്ലി പൊട്ടിക്കുക എന്ന് പറയുന്നൊരു പ്രൊസീജിയറായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളത് ചെയ്യാറില്ല. കാരണം അതിനേക്കാളും നല്ല ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഈ തല്ലി പൊട്ടിക്കുമ്പോഴൊരു കുഴപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മൾ ഈ ചുറ്റി കൊണ്ട് ഇതിൻ്റെ കമ്പിയിലൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ക്ഷതം ഇത് വൈബ്രേഷനായിട്ട് ഈ കമ്പികളിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ എൻ്റയർ സ്ട്രക്ചറിൻ്റെ ഏരിയകളിലെല്ലാം ചെല്ലുകയും അപ്പോൾ അതുമൂലമുള്ള ചെറിയ ഡാമേജുകൾ അല്ലെങ്കിൽ ചെറിയ ബലക്ഷയങ്ങൾ ഈ കെട്ടിടത്തിന് സംഭവിക്കുകയും ചെയ്യാം. അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ പോലത്തെ മെഷീൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾക്ക് ഒരു കേക്ക് കട്ട് ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഒരു കോൺക്രീറ്റിനെ അറുത്ത് മാറ്റാൻ പറ്റുന്ന മെഷീൻസ്. അപ്പോൾ അത്തരം മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഇത്തരം വൈബ്രേഷൻസിനെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭിത്തിയാണെങ്കിലും നമ്മൾ തല്ലിപ്പൊട്ടിക്കാതെ നമുക്ക് എവിടെയാണോ റിമൂവ് ചെയ്യേണ്ട ആ കൃത്യം റിമൂവ് ചെയ്യേണ്ട പോയിന്റിൽ ഒരു ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ടൈൽസ് കട്ടർ പോലത്തത് കൊണ്ടൊരു 2 ഇഞ്ച് ഡെപ്തുള്ള ഒരു കട്ടിങ് ഇട്ടതിന് ശേഷം നമ്മൾ ഹാമർ ഉപയോഗിച്ച് തല്ലിപ്പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന വാളിലെ പ്ലാസ്റ്ററിങ്ങിനൊക്കെ വലിയ കേടുപാടുകൾ പറ്റാതെ തന്നെ, അധികം ഡാമേജുകൾ സ്ട്രക്ചറിന് പറ്റാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിലവിലുള്ള നമ്മുടെ ഫ്ലോറിങ് ടൈൽസിനെ അല്ലെങ്കിൽ ഒരു മാർബിൾ, ഗ്രാനൈറ്റ് പോലുള്ളതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് റിനോവേഷൻ നടത്താനായിട്ട്, നമ്മൾ ഭിത്തിയൊക്കെ പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീണ് ഈ ടൈൽസ് നശിച്ചു പോകാതിരിക്കാനായിട്ട് ചെയ്യാവുന്നൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ കറുത്ത കളറിൽ വരുന്ന ഈ വില കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ട്. അപ്പോൾ ആ ഷീറ്റ് നമ്മൾ ഈ ടൈൽസിൻ്റെ മേളിൽ ഒരു ലെയർ വിരിച്ചതിന് ശേഷം അതിന് മേളിൽ മണൽ, ഈ എംസാൻഡ് അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ നമ്മുടെ പാറപ്പൊടി പോലത്തത് ഒരു 2 ഇഞ്ച് കനത്തിൽ നമ്മൾ വിരിച്ചിടുക. അപ്പോൾ അതിനുശേഷം നമ്മൾ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എൻ്റയർ വർക്ക് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്ലാസ്റ്റിക്കും മണലും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം എന്തെങ്കിലുമൊക്കെ വീണ് ഈ ടൈൽസിന് കേടുപാടുകൾ പറ്റുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ ചിലയിടത്ത് ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മണലൊക്കെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോയി ഇടാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചണച്ചാക്ക് അതുപോലെ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചും ഒരു ചെറിയ ലെയർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീണ് ഈ ടൈൽസിന് പരിക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാം.
നമ്മൾ റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പഴയ ഭിത്തിയുടെ അടുത്ത് നമ്മൾ ഡെമോളിഷൻ ചെയ്തതിന് ശേഷം ഒരു പുതിയൊരു ഭിത്തി അതിലോട്ട് കെട്ടി മുട്ടിക്കുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പണ്ടുണ്ടായിരുന്ന ഈ ഭിത്തി വന്ന് മുട്ടുന്ന സ്ഥലത്തെ പ്ലാസ്റ്ററിങ് നമ്മൾ കുത്തിക്കളയണം, അതൊന്ന്. അതുപോലെ തന്നെ ഈ പഴയ ബ്രിക്കും പുതിയ ബ്രിക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ജോയിൻ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ പഴയ ബ്രിക്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കമ്പി അതിലേക്ക് ഒരു 6 mm 8 mm ഒരു കമ്പി നമ്മൾ അകത്തേക്ക് അടിച്ചിറക്കിയിട്ട് ആ കമ്പി ഈ വരുന്ന കട്ടകളുടെ ഇടയ്ക്കേക്കും കയറി കിടക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പഴയ ഭിത്തിയിൽ ഒരു 2 ലെയർ 3 ലെയർ കൂടുമ്പോഴത്തേക്കും ഒരു കട്ട കയറി കിടക്കാൻ പാകത്തിനുള്ള പൊഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓവർലാപ്പ് ചെയ്യണം. നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന കട്ട പഴയ ഭിത്തിയിലേക്ക് ഓവർലാപ്പ് ചെയ്ത് കയറി കിടക്കാനായിട്ടുള്ള രീതിക്കുള്ള വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലക്രമത്തിൽ ഈ 2 ഭിത്തികൾ തമ്മിൽ 2 സമയത്ത് കൺസ്ട്രക്ട് ചെയ്തായതുകൊണ്ട് പൊട്ടലുണ്ടാകുകയും ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ടാവാനായിട്ടൊക്കെ ഇടവരുത്തും. അതുപോലെ തന്നെ നമ്മളൊരു ഭിത്തി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും അതിനെ വൃത്തിയായിട്ട് നനച്ച് ക്യൂർ ചെയ്തതിന് ശേഷം മാത്രം പ്ലാസ്റ്റർ ചെയ്യുക. ഈ മിക്കവാറും ഈ റിനോവേഷൻ സ്ഥലത്ത് നമുക്ക് ഭയങ്കര റഷിലായിരിക്കും നമ്മൾ പണി നടത്തുക. അപ്പം കട്ട കെട്ടി തൊട്ട് പുറകെ തന്നെ നമ്മൾ തേച്ചൊക്കെ പോകാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഈ 2 പഴയ തേപ്പും പുതിയ തേപ്പും നമ്മൾ ഒക്കെ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രാക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടവരുത്തും. അത് ഈ പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് ഇല്ലാത്തതിൻ്റെ ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കോളമോ ബീമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ബ്രിക്ക് കൊണ്ട് കെട്ടി മുട്ടിക്കുകയാണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ നമ്മുടെ ഈ പ്ലാസ്റ്ററിങ് മെഷ് കിട്ടും. അപ്പോൾ അത്തരം മെഷുകൾ കൊടുത്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയാലും ഈ മെഷിൻ്റെ ഒരു ബലം കാരണം ഇതിൽ ആ ഗ്യാപ്പ് വന്ന് പൊട്ടൽ വീഴുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പഴയ റൂഫ് സ്ലാബിലേക്ക് പുതിയ റൂഫ് സ്ലാബ് കൊണ്ട് ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് ജോയിൻ ചെയ്ത് നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിന് മുൻപായിട്ട് പ്രോപ്പറായ പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുള്ള വാട്ടർ പ്രൂഫിങ് നമ്മൾ കൃത്യമായിട്ട് നടത്തണം. ഇത് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാവുള്ളൂ. ഈ കൃത്യമായ വാട്ടർ പ്രൂഫിങ് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഈ പഴയ വാർക്കയും പുതിയ വാർക്കയും ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ക്രാക്കിലൂടെ വെള്ളം ഇറങ്ങുകയും പിന്നീട് നമ്മുടെ വാർക്കയിൽ കേടുപാട് സംഭവിക്കാനും അല്ലെങ്കിൽ ലീക്കേജ് പോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിലേക്ക് ഉണ്ടാക്കാനൊക്കെ ഇത് ഇടവരുത്തും. അപ്പം വാട്ടർ പ്രൂഫിങ് ഒരിക്കലും, അതായത് 2 വാർക്കുകൾ ജോയിൻ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം വാട്ടർ പ്രൂഫിങ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ബാത്റൂമിൻ്റെയൊക്കെ ഉള്ളൊരു ഭിത്തി ആണെങ്കിൽ പോലും ഒരു പുതിയതായിട്ട് കെട്ടിമുട്ടിച്ച ഒരു ഭിത്തി ഉണ്ട് എങ്കിൽ ആ എൻ്റെയർ ബാത്റൂം തന്നെ പറ്റുവാണെങ്കിൽ എൻ്റെയർ ബാത്റൂം തന്നെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ അനുസരിച്ചുള്ള വാട്ടർ പ്രൂഫിങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നിലവിലുള്ള കട്ടളയൊക്കെ ഏതെങ്കിലും പൊളിച്ചെടുക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കട്ടളയുടെ 2 കാലുകളുടെ ഏറ്റവും അടിഭാഗത്ത് ഒരു പട്ടിക വല്ലതും കൊണ്ട് ഇതിനെ 2 കാലിനെയും ബന്ധിപ്പിച്ചതിന് ശേഷം മാത്രം പൊളിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഈ കട്ടലിനെ നമ്മളെവിടെയെങ്കിലും റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഗ്യാപ്പ് കൃത്യമാകാതെ അകന്നു പോവുകയോ അല്ലെങ്കിൽ അടുത്ത് പോവുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനലുകളൊക്കെ ആണെങ്കിലും റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ജനൽ പാളികൾ അഴിച്ചു വെക്കുന്നത് ഈ ചില്ലുകളൊക്കെ ഡാമേജ് വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നിലവിലുള്ള ഫ്ലോറിങ് മാറ്റി നമ്മൾ പുതിയൊരു ഫ്ലോറിങ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ നിലവിലുള്ള ഫ്ലോർ ഇപ്പോൾ ഒരു സെറാമിക് ടൈൽസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ചിപ്പ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം ടൈൽസ് വിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ പഴയ മാർബിള് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലത്തെ എന്തെങ്കിലും ഒരു ഫ്ലോറിംഗ് ആണ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ ആ സ്മൂത്തായിട്ടുള്ള സർഫസിൻ്റെ ആ സ്മൂത്ത്നെസ് ഒന്ന് ഒഴിവാക്കാനായിട്ട് ചിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉപയോഗിച്ച് അതിനെ റഫാക്കിയതിന് ശേഷം ഈ ടൈൽ അഡേസീവ് പോലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈൽസ് ചെയ്യാം. അപ്പോൾ ഈ ടൈൽ അഡേസീവ്സ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു മെച്ചെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഫ്ലോറിൽ നിന്നും വലിയ കനവ്യത്യാസം വരാത്ത രീതിക്ക് നമുക്ക് പുതിയ ഫ്ലോറിങ് ചെയ്യാനായിട്ട് പറ്റും. ആ ഈ ടൈൽസിൻ്റെ ഒരു കനവും പിന്നെ ഒരു 1/2 സെൻറ്റിമീറ്ററിൽ താഴെ വരുന്ന ഒരു അഡേസീവിൻ്റെ കനവും മതിയാവുമായിരിക്കും അത്തരം ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ടൈൽസ് ഒട്ടിക്കുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള നിലവിൽ ഉള്ള ഫ്ലോറിങ്ങിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, അതായത് അതിൻ്റെ അകത്ത് എയർ കയറുക, അതിൻ്റെ ചെറുതായിട്ട് പൊള്ളി പോന്നിട്ടുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ ആ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് അതിനെ പിന്നെയും ലെവലാക്കിയതിന് ശേഷം നമ്മൾ ടൈൽസ് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റിനോവേഷൻ ചെയ്യുമ്പോൾ ഈ റീവയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നിലവിലുള്ള
കൂടുതൽ പവർ കൺവേ ചെയ്തുകൊണ്ടിരിക്കുന്ന വയറുകൾ നമ്മൾ മാറ്റി സ്ഥാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കാലപ്പഴക്കം കൊണ്ട് നിലവിലുള്ള വയറിൻ്റെ അകത്ത് ചില കോപ്പർ കമ്പികളൊക്കെ ഡാമേജ് ആയി പോവാനും അപ്പം അതുമൂലം ഇതിൻ്റെ കണ്ടക്ടിവിറ്റി പഴയതിൽ നിന്നൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇത്തരം ലോസുകൾ നമ്മുടെ കറണ്ട് ചാർജിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ വയറുകൾ മാറ്റി സ്ഥാപിച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ ചിലപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പഴയ വയറിങ്ങിൻ്റെ ആ ഒരു ലൈൻസ് എന്നൊക്കെ പറയുന്നത് ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു എനർജി കൺസപ്ഷനെ കണക്ക് കൂട്ടിയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലോട്ട് പിന്നെയും നമ്മൾ വയറുകൾ ആഡ് ചെയ്ത് പുതിയ പോയിന്റുകൾ ഉണ്ടാക്കുന്നത് ചിലപ്പം ഈ വയറിങ്ങിന് താങ്ങാൻ പറ്റാവുന്നതായിരിക്കില്ല. അപ്പം പുതിയൊരു വയറിങ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ മെയിൻ സ്വിച്ചിൻ്റെ അവിടുന്ന് പുതിയ ഒരു കണക്ഷൻ കൊണ്ടുവന്ന് അതിൽ പുതിയ കണക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിലവിലുള്ള പൈപ്പിൻ്റെ അകത്തൂടെ കൂടുതൽ വയറുകൾ വലിച്ച് കയറ്റി അതിനെ കൂടുതൽ കൺജഷൻ ആക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു 60% വരെയൊക്കെ മാക്സിമം ഒരു പൈപ്പിൽ കൂടെ വയറ് ഉണ്ടാവാൻ പാടുള്ളൂ. കുത്തിരി വയറുകൾ വന്നാൽ ഈ ഇൻഡക്ഷൻ മൂലമുള്ള എനർജി ലോസുകളും അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള വയറിങ്ങുകളെ കഴിവതും നമ്മൾ ഒഴിവാക്കിയിട്ട് പുതുതായിട്ട് നമുക്ക് വേണ്ടുന്ന ലൈനുകളെ പുതിയ ഫ്രഷ് പൈപ്പ് വെട്ടി ലൈൻ വലിച്ച് ചെയ്യുന്നതായിരിക്കും ഈ ഇലക്ട്രിസിറ്റിയുടെ സംബന്ധിക്കുന്ന ഒരു ചാർജ് കുറയ്ക്കുന്നതിനൊക്കെയുള്ള സഹായകരമായിട്ടുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള പ്ലംബിംഗ് ലൈനുകളിലെങ്ങും ലീക്കുകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിന് വേണ്ട പരിഹാരം കണ്ട് അതിൻ്റെ കേടുപോകുന്ന വരായികളൊക്കെ തീർക്കണം. ഇല്ലെങ്കിൽ പിന്നെയും നമ്മുടെ പുതിയ വീട്ടിൽ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഡാംനെസ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പ്ലംബിംഗ് ലൈനുകളൊക്കെ കൃത്യമായിട്ട് ലീക്കുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ടൈൽസിങ് പോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട്. റിനോവേഷനെ സംബന്ധിക്കുന്ന ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാം മനസ്സിലായി എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കുകൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ റിനോവേഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ റിനോവേറ്റ് ചെയ്ത ഒരു വീടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അത്തരം ഒരു റിനോവേഷൻ്റെ ഒരു വിശേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.